السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا.
يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുൽ ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അർഹമർ റഹീമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാർഗത്തിൽ തന്നെ നമ്മെ എല്ലാവരെയും ഉറപ്പിച്ചു നിർത്തി നമ്മയെല്ലാം അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികളായ മുഴുവൻ ആളുകളുടെയും ഏറ്റവും വലിയ പ്രതീക്ഷ മരണാനന്തര ജീവിതത്തിന്റെ സുരക്ഷിതത്വമാണ്. ഇവിടെ ചെയ്യുന്ന ഏത് സൽക്കർമ്മങ്ങളിലൂടെയും ഒരു വിശ്വാസി ലക്ഷ്യമാക്കുന്നത് അല്ലെങ്കിൽ ലക്ഷ്യമാക്കിയിരിക്കേണ്ടത് തന്റെ പാരത്രിക ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടിയുള്ള ആ വലിയ പ്രതീക്ഷയാണ്. നാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും നാം വിചാരിക്കാത്ത നിലക്കുള്ള സ്വാധീനങ്ങൾ, നാം ഒരു കർമ്മം ഏത് സമൂഹത്തിൽ വെച്ച് നിർവഹിക്കുന്നുവോ ആ സമൂഹത്തിന്റെ മുമ്പിൽ നാം വിചാരിക്കാത്ത നിലക്കുള്ള സ്വാധീനങ്ങൾ ഏതൊരു കർമ്മത്തിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്കുമുണ്ട് ആ സ്വാധീനം, അതേപോലെ മനുഷ്യർ ചെയ്യുന്ന ചീത്തയായ കാര്യങ്ങൾക്കുമുണ്ട് സമൂഹത്തിൽ ആ സ്വാധീനം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് അവൻ ചെയ്യുന്ന ഓരോ അമലുകളിലൂടെയും തനിക്കും തന്റെ സമൂഹത്തിനും ഉപകാരപ്രദമായ കാര്യങ്ങൾ മാത്രം നിർവഹിക്കാനും തന്റെയും അതുപോലെ തന്നെ സമൂഹത്തിന്റെയും മതപതനത്തിന്റെയും പരാജയത്തിന്റെയും നിമിത്തമായി തീരുന്ന അല്ലെങ്കിൽ അവയ്ക്ക് കാരണമായി തീരുന്ന സർവ പ്രവർത്തന മേഖലകളിൽ നിന്നും വിട്ടുനിൽക്കാനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി തന്നെ വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുവചനങ്ങളിലൂടെയും ഉത്ബോധിപ്പിച്ചിട്ടുള്ളത്. ജീവിതകാലത്ത് നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, നാം നമസ്കരിക്കുന്നു, അതുപോലെ തന്നെ റമദാനിൽ നോമ്പെടുക്കുന്നു, സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കുന്നു, സുന്നത്ത് നോമ്പുകൾ എടുക്കുന്നു, ഹജ്ജും ഉംറയും നിർവഹിക്കുന്നു, അതേപോലെ അല്ലാഹു നമ്മിൽ നിർബന്ധമാക്കിയ ഒട്ടേറെ സംഗതികൾ, പടച്ചതമ്പുരാന്റെ ഏറ്റവും വലിയ റിള, അവന്റെ തൃപ്തി, അവൻ നമ്മെ ഇഷ്ടപ്പെടണം, അവൻ നമ്മെ പൊരുത്തപ്പെടണം എന്ന ആ ഒരു മഹനീയമായ ലക്ഷ്യത്തിന് വേണ്ടി നാം ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ മരണത്തോടുകൂടി, നാം മരിച്ചു പോകുന്നതോടുകൂടി ഇനി അതൊന്നും ചെയ്യാൻ നമുക്കൊരവസരം ഇല്ല. മരണപ്പെട്ടു പോയ മനുഷ്യനെ 5 നേരത്തൊരു നിസ്കാരം നിർവഹിക്കാനുള്ള ചാൻസ് ഇല്ല, ഇനി ഒരു നോമ്പെടുക്കാനുള്ള ചാൻസ് ഇല്ല, ഒരു നല്ല കാര്യങ്ങളും നിർവഹിക്കാൻ അവന് ഒരവസരം ഇല്ല. അതേ അവസരത്തിൽ മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാലും നാം ഈ ലോകത്ത് നിന്ന് നമ്മുടേതായ പ്രവർത്തന മേഖലയിൽ നിന്ന് വിട്ടുപിരിഞ്ഞാലും നമ്മുടേതായ നന്മയുടേതായ അക്കൗണ്ടിലേക്ക് വീണ്ടും വീണ്ടും നാം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളുടേതായ യഥാർത്ഥത്തിലുള്ള ഫലങ്ങൾ
നമ്മുടെ മരണാനന്തരവും നമ്മുടേതായ അക്കൗണ്ടിലേക്ക് വരവ് ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമ്മെ ഉത്ബോധിപ്പിച്ചിരിക്കുകയാണ്. മരിച്ചാലും മുറിയാതെ നിരന്തരമായി നമ്മുടെ ആത്മാവിന് പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ ഗുണങ്ങളുണ്ട്. നാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടി ആയിത്തീരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ നിർദ്ദേശം, ഈ പ്രോത്സാഹനം, ഈ ആവേശം നൽകൽ ഈമാനുള്ള മനുഷ്യരുടെ മനസ്സിൽ അത് ഉണ്ടാക്കി തീർക്കുന്ന സ്വാധീനം കുറച്ചൊന്നുമല്ല. നിങ്ങൾ നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകൻ 23 കൊല്ലമാണ് നബിയായിട്ട് ജീവിച്ചത്. ആകെ 63 കൊല്ലമാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് ജീവിച്ചത്. പക്ഷേ നിങ്ങൾ നോക്കൂ, അവിടുന്ന് വഫാത്തായിട്ട് എത്ര നൂറ്റാണ്ടുകൾ പിന്നിട്ടു, ധാരാളക്കണക്കിന് തലമുറകൾ തന്നെ പിന്നിട്ടു. പക്ഷേ ഇന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തന്നെ കർമ്മങ്ങളുടേതായ അക്കൗണ്ടിലേക്ക് ഈ ലോകത്ത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോ വിശ്വാസിയും ചെയ്യുന്ന സർവ സൽക്കർമ്മങ്ങളുടെയും ഒരു പ്രതിഫലം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടി അക്കൗണ്ടിലേക്ക് പോവുകയാണ്. നല്ലതായ കാര്യങ്ങൾക്ക് വേണ്ടി മാതൃകയായ നന്മയുടെ വാതിൽ തുറന്നുകൊടുത്ത് നന്മയുടേതായ മേഖലകളിലേക്ക് മനുഷ്യനെ കൈചൂണ്ടിക്കാണിച്ചു കൊടുത്ത മഹാനായ ആ നേതാവ് ലോകത്ത് ആരെല്ലാം നന്മയുടേതായ ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ആ നന്മയുടെ മുഴുവൻ പ്രതിഫലം നന്മ ചെയ്യുന്നവർക്ക് അല്പം പോലും നഷ്ടപ്പെടാതെ, നന്മ ചെയ്യുന്നവരുടേതായ തോതിൽ നിന്ന് അല്പമെങ്കിലും കുറഞ്ഞു പോകാതെ അതിന് തുല്യമായ ഒരു പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുന്നു. അതിന് കാരണം എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നന്മയ്ക്ക് നേതൃത്വം നൽകി എന്നതാണ്. അതേപോലെ ധാരാളക്കണക്കിന് പണ്ഡിതന്മാർ ഈ ലോകത്ത് നിന്ന് വഫാത്തായി പോയി, മരിച്ചുപോയി. ഇമാം ബുഖാരി, അതേപോലെ തന്നെ ഇമാം മുസ്ലിം അടക്കമുള്ള ഹദീസിന്റെ പണ്ഡിതന്മാർ, അതേപോലെ തന്നെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, അതുപോലെ അബൂ ഹനീഫത്തുൽ കൂഫി, ഇമാം മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള പ്രഗത്ഭരായ അയിമ്മത്തുകൾ, ഇമാമുകൾ ആദ്യ തലമുറകളിൽ ഈ ലോകത്ത് നിന്ന് കഴിഞ്ഞുപോയി. അവരും ഈ ലോകത്ത് നിന്ന് വഫാത്തായി പോയിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. പക്ഷേ ഇന്നും മുസ്ലിം ലോകം, വിശ്വാസികൾ ഷാഫി ഇമാമിന്റെയും ഹംബലി ഇമാമിന്റെയും മാലിക് ഇമാമിന്റെയും അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും ഒക്കെ പേരുകൾ ആദരവോടുകൂടി ഓർക്കുകയും അവരുടെ ഗ്രന്ഥങ്ങൾ വായിച്ചുകൊണ്ട് ഇസ്ലാമികമായ സൽക്കർമ്മങ്ങൾ കുറ്റമറ്റ നിലക്ക് നിർവഹിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളും ചർച്ചകളും ഗവേഷണങ്ങളും പഠനങ്ങളും ലോകത്ത് വിവിധ സ്ഥലങ്ങളിൽ, പള്ളികളിലൂടെ, കലാലയങ്ങളിലൂടെ, സർവകലാശാലകളിലൂടെ ഒക്കെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നു. ആ മഹാഭാഗ്യവാന്മാർ അവരുടെ ജീവിതകാലം, അവരുടെ ആയുസ്സൊരു പക്ഷേ വളരെ കുറഞ്ഞ കാലമായിരിക്കാം. 10, 60, 30 അല്ലെങ്കിൽ 40, 50, 60 ഒക്കെ കൊല്ലം ജീവിച്ചവരായിരിക്കും ആ മഹാന്മാർ. പക്ഷേ നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും അവർക്ക് അവരുടേതായ സൽക്കർമ്മങ്ങൾ മുറിഞ്ഞു പോകാതെ അവരുടേതായ പ്രവർത്തനത്തിന്റേതായ പ്രതിഫലങ്ങളിലേക്ക് ഈ ചെയ്യുന്ന ഉപകാരപ്പെടുത്തുന്ന ആളുകളുടെ ഒന്നും പ്രവർത്തനത്തിന്റെ അമലുകൾ അവർക്ക് പറയാതെ ആ മഹാന്മാരുടെ അക്കൗണ്ടിലേക്ക് കൂടി ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലപ്പുറം പടച്ചതമ്പുരാൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാരുണ്യത്തിന്റെ ഉദാഹരണം വേറെ ഏതുണ്ട് സുഹൃത്തുക്കൾ? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർ അവരുടെ ജീവിതകാലത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളിലൂടെ അന്നുണ്ടായ ഗുണങ്ങളോ അല്ലെങ്കിൽ അന്നുണ്ടായ ദോഷങ്ങളോ അല്ല ഒരാളുടെ പേരിൽ രേഖപ്പെടുത്തി വെക്കുന്നത്. മറിച്ച് ഞാനൊരു നന്മ ചെയ്തിട്ട് ആ നന്മ കൊണ്ട് സമൂഹത്തിൽ ഒരു ഗുണമുണ്ടായെങ്കിൽ അതിന്റെ പ്രതിഫലവും കൂടി എനിക്കുണ്ട്. ഞാനൊരു ചീത്തയായ കാര്യം ചെയ്തിട്ട് ആ ചീത്തയായ കാര്യത്തിന്റെ ദുസ്വാധീനം സമൂഹത്തിലും ദുസ്വാധീനിച്ചെങ്കിൽ അതിന്റെ ദോഷവും എനിക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു സൂറത്ത് യാസീനിലൂടെ, ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ
ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين إنا نحن نحيي الموتى നിശ്ചയം നാം മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നു, മരിച്ചവരെ നാം ജീവിപ്പിക്കുന്നു. വനക്തുബു നാം രേഖപ്പെടുത്തി വെക്കുന്നു, വനക്തുബു നാം എഴുതി റിക്കാർഡാക്കി വെക്കുന്നു. മാ ഖദ്ദമു അവർ ചെയ്തു വെച്ചിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളെയും. ഈ ലോകത്ത് മനുഷ്യൻ ആണാവട്ടെ പെണ്ണാവട്ടെ അവൻ ചെയ്തിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളെയും റബ്ബ് സുബ്ഹാനഹു അത് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവൻ ചെയ്ത പ്രവർത്തനങ്ങൾ മാത്രമല്ല, വആസാറഹും അവന്റെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലനങ്ങളും, അവൻ ചെയ്തിട്ടുള്ള പ്രവർത്തനത്തിന്റെ സ്വാധീനം എന്തെങ്കിലും ഉണ്ടായോ അതും രേഖപ്പെടുത്തി വെക്കുന്നതാണ്. അപ്പൊ നാം ചെയ്തിട്ടുള്ള ഒരു കർമ്മം, ആ കർമ്മം കൊണ്ട് ആർക്കെങ്കിലും ഉപകാരം കിട്ടിയോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നമുക്കതിന്റെ പ്രതിഫലം രേഖപ്പെടുത്തുകയാണ്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുണ്ട്. ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വ ഹസനാതിഹി ബഅദ മൗതിഹി ഇൽമൻ അല്ലമഹു വ നശറഹു വവലദൻ സാലിഹൻ തറകഹു വമുസ്ഹഫൻ വറസഹു ഔ മസ്ജിദൻ ബനാഹു ഔ ബൈതൻ ലിബ്നി السبيل ബനാഹു ഔ നഹറൻ നജറാഹു ഔ സദഖതൻ അഖറജഹാ മിൻ മാലിഹി في صحته وحياته يلحقه من بعد موته. ധാരാളം കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ എണ്ണിയിരിക്കുകയാണ്. ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി. നാം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന, ഒരു സത്യവിശ്വാസിയായ മനുഷ്യനോട് ചേരുന്ന പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ് മിൻ അമലിഹി, അവന്റെ അമലുകളിൽ നിന്ന്, വഹസനാതിഹി അവന്റെ നന്മകളിൽ നിന്നും, ബഅദ മൗതിഹി അവന്റെ മരണാനന്തരവും. നാം മരിച്ചാലും നാം മരണപ്പെട്ടു കഴിഞ്ഞാലും നമ്മുടേതായ ഹസനാത്തുകളുടെ, നമ്മുടേതായ അമലുകളുടെ പ്രവർത്തനങ്ങൾ തന്നിലേക്ക്, തന്റെ ആത്മാവിന്റെ ശുദ്ധിയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് ഇൽമൻ അല്ലമഹു വ നശറഹു. ഇൽമൻ അല്ലമഹു വ നശറഹു, ഒരാൾ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത അറിവാണ്. നാം നമ്മുടെ ജീവിതകാലത്ത് ഒരു കാര്യം പഠിച്ചു, അല്ലാഹുവിന്റെ ദീൻ മനസ്സിലാക്കി. ആ മനസ്സിലാക്കിയ ദീന് അല്ലാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട്, ഇവരിതുകൊണ്ട് നന്നായാൽ എനിക്ക് കൂടി ഗുണമുണ്ടല്ലോ എന്ന നിയ്യത്തും കൂടി കരുതിക്കൊണ്ട് നമ്മളൊരാളിലേക്ക് ഒരു ഇൽമ് പകർന്നു കൊടുത്തു. അത് നമ്മുടെ സംസാരത്തിലൂടെയാവാം, നമ്മുടെ എഴുത്തിലൂടെയാവാം, നമ്മുടെ ഒരു ഫോൺ വിളിയിലൂടെയാവാം, അല്ലെങ്കിൽ ഒരു ഇമെയിൽ സന്ദേശത്തിലൂടെയാവാം, അല്ലെങ്കിൽ ഒരു അല്പനേരത്തെ കുശലാന്വേഷണത്തിലൂടെയാകാം. ഏത് നിലക്കായിരുന്നാലും, ഏത് മീഡിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയ ഒരു സത്യം അത് മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരാളിലേക്ക് അത് പഠിപ്പിച്ച് അത് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ, നീ മരിച്ചു കഴിഞ്ഞാലും, നീ മരണപ്പെട്ടു കഴിഞ്ഞാലും, നീ പ്രചരിപ്പിച്ച, നീ പകർന്നു കൊടുത്ത അറിവ്, ആ അറിവനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന എത്രയോ ആളുകൾ, അവരാരാവട്ടെ, അവർ ചെയ്യുന്ന അമലുകളുടെ ഒക്കെ പ്രതിഫലം അവർക്കൊട്ടും കുറയാതെ അത് ഉപദേശിച്ച, അത് പഠിപ്പിച്ച, അത് പകർന്നു കൊടുത്ത നിന്റേതായ ഹസനാത്തുകളുടെ പട്ടികയിലേക്ക് കൂടി ചേരുന്നു. നീ ചെയ്ത കർമ്മങ്ങളുടെ പട്ടികയിലേക്ക് അതിന്റെ കൂടി പ്രതിഫലം ഒഴുകിയെത്തുന്നു. എന്നാൽ ചെയ്തവന്റെ പ്രതിഫലം ഒട്ടും കുറഞ്ഞുകൊണ്ടല്ല, അവന്റെ പ്രവർത്തനത്തിൽ നിന്ന്, അവന്റെ പ്രതിഫലത്തിൽ നിന്ന് ഒരു വിഹിതം നിനക്കെടുത്ത് തന്നതല്ല. നിനക്ക് തരാൻ വേണ്ടി അവന്റെ പ്രതിഫലത്തിൽ നിന്ന് അല്ലാഹു അല്പം ശതമാനം പോലും കട്ട് ചെയ്തിട്ടില്ല. പരിപൂർണമായ നിലയ്ക്ക് അവനുള്ളത് അവന് കൊടുക്കുന്നു. അതോടൊപ്പം നീ അതിന്റെ കാരണക്കാരനായ മനുഷ്യനാണല്ലോ എന്ന നിലക്ക് നീ മരിച്ചുപോയാലും നീ ചെയ്ത നന്മകളുടേതായ റെക്കോർഡിലേക്ക് അയാൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ പ്രവർത്തനത്തിന്റെ അതേ പ്രതിഫലം അയാൾക്കൊട്ടും കുറയാതെ നിനക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇൽമൻ അല്ലമഹു വ നശറഹു. അതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലോകത്ത് ഒരുപാട് പണ്ഡിതന്മാർ കഴിഞ്ഞുപോയി,
ആയിരക്കണക്കിന് 10,000-കണക്കിന് ഗ്രന്ഥങ്ങൾ ഇന്ന് ലോകത്ത് മുസ്ലിം ലൈബ്രറികളിൽ പണ്ഡിതന്മാര് പഠനത്തിനും ചർച്ചക്കും വിധേയമാക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ മനസ്സിലാക്കാൻ ആവശ്യമായ തഫ്സീർ ഗ്രന്ഥങ്ങൾ, ഹദീസുകൾ മനസ്സിലാക്കാൻ ആവശ്യമായ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ. ഇങ്ങനെ ലോകത്ത് ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന് അത്യാവശ്യമായി നേടേണ്ടുന്ന ഇൽമുകളുടെ ശേഖരങ്ങളെ ബാക്കിയാക്കിക്കൊണ്ട് വഫാത്തായി പോയിട്ടുള്ള വലിയ വലിയ പണ്ഡിതന്മാർ അവരും അവരുടെ ബർസഖിയായ ലോകത്താണെങ്കിലും അവർ ഇവിടെ പുറത്തുവിട്ട അവരുടെ ഇൽമുകളുടെ, അവരുടെ പാണ്ഡിത്യത്തിന്റെ, അവരുടെ അധ്വാനത്തിന്റെ ഫലം ഏതൊക്കെ മുസ്ലിമീങ്ങൾ അനുഭവിച്ചുകൊണ്ട് അവരതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടോ ആ പ്രവർത്തനങ്ങളുടെയൊക്കെ പ്രതിഫലം ഈ ചെയ്തവർക്കൊട്ടും കുറയാതെ ഈ മഹാന്മാരുടെ അക്കൗണ്ടിലേക്ക്, അവരുടെ റെക്കോർഡിലേക്ക്, അവരുടേതായ നന്മയുടെ പട്ടികയിലേക്ക് കൂടി ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. എത്ര വലിയൊരു പുണ്യമുള്ള സംഗതിയാണത്. ഇനി അതേപോലെ തന്നെ റസൂലുള്ള എണ്ണുന്നു രണ്ടാമത്തെ സംഗതി, വലദൻ സാലിഹൻ തറക്കഹു. ഒരു സാലിഹായ മോനെ ഉപേക്ഷിച്ചിട്ട് പോയ ഒരു മനുഷ്യൻ, ഒരു പിതാവ് മരിച്ചു പോവുകയാണെങ്കിൽ ഒരു മാതാവ് മരിച്ചു പോകുന്നു, പക്ഷേ അവർക്ക് സാലിഹായ ഒരു മകനുണ്ട്, സാലിഹായ ഒരു മകളുണ്ട്. അതും വലിയ ഒരു സമ്പാദ്യമാണ്. ജീവിതകാലത്ത് മക്കളെ നല്ല നിലക്ക് നോക്കിയുണ്ടാക്കുന്ന സന്താനങ്ങൾ അവരുടെ ഓരോ വളർച്ചയിലും വലിയ പ്രതീക്ഷയോടുകൂടി എന്റെ മകൻ വളർന്നു വലുതായി, അല്ലെങ്കിൽ എന്റെ മകൾ വളർന്നു വലുതായി, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടപ്പെട്ട നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ആർക്കും യാതൊരു നിലക്കുമുള്ള ദ്രോഹവും വരുത്താത്ത നല്ല ഒരു സന്താനമായി മാറണം എന്ന നിയ്യത്തോടുകൂടി മക്കളെ ദീന് പഠിപ്പിച്ച് അതനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകി നല്ല നിലയ്ക്ക് ആ മക്കളങ്ങ് വളർത്തി ഇയാളങ്ങ് വഫാത്തായി മരിച്ചുപോയാലും ഈ മക്കൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിനും ഈ കർമ്മത്തിന്റെ പ്രതിഫലം എന്റെ പിതാവിലേക്ക് എത്തിച്ചു കൊടുക്കണേ എന്ന് നിയ്യത്താ മകന് വേണ്ടതില്ല. അതുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, ഏതൊരു പ്രവർത്തനം ഈ മക്കൾ ചെയ്യുമ്പോഴും അത് യഥാർത്ഥത്തിൽ അത് തന്റെ രക്ഷിതാവിലേക്ക്, അതിന് കാരണക്കാരനായി മാറിയ തന്റെ പിതാവിലേക്ക്, മാതാവിലേക്ക് കൂടി അതിന്റെ പ്രതിഫലം എത്തിക്കൊണ്ടിരിക്കുന്നു. അതിലേറ്റവും പ്രധാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞതാണ്, വലദുൻ സാലിഹുൻ യദഉ ലഹു. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മക്കൾ. സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പാദ്യം അതാണെന്ന് നമ്മൾ ഓർത്തുവെക്കണം. ഈ ലോകത്ത് എന്ത് സമ്പാദ്യം നേടിയാലും അതൊക്കെ നമ്മുടെ മരണത്തോടുകൂടി മുറിഞ്ഞു പോകുന്ന സ്വത്തുക്കളാണ്. ഏത് നിലയ്ക്ക് ഈ ലോകത്തുള്ള സമ്പാദ്യങ്ങൾ കരസ്ഥമാക്കിയാലും അതൊക്കെ നമ്മുടെ മരണത്തോടുകൂടി അത് തീർന്നു പോവുകയാണ്. അതേ അവസരത്തിൽ നമ്മുടെ മക്കളെയുണ്ടല്ലോ, അവർ നല്ല നിലക്ക് വളർത്തണം എന്നൊരു നിയ്യത്ത് ഏതവസരത്തിലും മനസ്സിൽ കൊണ്ടു നടക്കുകയും ആ നിലക്ക് വളർത്തുകയും അവർ നന്മയുടേതായ മാർഗത്തിലേക്ക് മുന്നോട്ട് പോയി ആ നിലയ്ക്ക് തന്നെ ഒരു മഹാഭാഗ്യം ലഭിക്കുകയും ചെയ്താൽ അല്ലാഹുവിന്റെ അടുക്കൽ നമുക്ക് കിട്ടുന്ന അളവറ്റ പ്രതിഫലമാണത്. വലിയ സമ്പാദ്യമാണത്. അവർ ചെയ്യുന്ന ഓരോ കർമ്മവും അതിന് കാരണക്കാരായ രക്ഷിതാക്കൾക്ക് കൂടി അതിന്റെ പ്രതിഫലം എത്തുന്നു എന്ന്. നേരെ മറിച്ചുമുണ്ടാകും. എങ്ങനെ? മോശപ്പെട്ട ഒരു കാര്യം, അത് ഇൽമിന്റെ കാര്യത്തിലാണെങ്കിലും മക്കളുടെ കാര്യത്തിലാണെങ്കിലും, ഒരാൾ സമൂഹത്തിന് മോശപ്പെട്ട ഒരു ഇൽമാ നൽകിയത്, സമൂഹത്തിലേക്ക് ഒരു മോശപ്പെട്ട കാര്യത്തിനാണ് തുടക്കം കുറിച്ചത്, അല്ലാഹുവിന് വെറുപ്പുള്ള ഒരു സംഗതിയാണ് ജനത്തോട് പറഞ്ഞത്. അങ്ങനെ ഈ സമൂഹത്തിൽ ഒരു തെറ്റിനൊരാൾ തുടക്കം കുറിച്ചു, ഒരു തോന്നിയാസത്തിനൊരാൾ തുടക്കം കുറിച്ചു, ഒരാൾ ഒരു തെമ്മാടിത്തത്തിന് തുടക്കം കുറിക്കുകയാണ്. അയാൾ ചെയ്ത തെമ്മാടിത്തത്തിന്റെ ശിക്ഷ മാത്രമല്ല ഉള്ളത്, അയാൾ കാരണക്കാരായിക്കൊണ്ട് ലോകത്ത് ആരൊക്കെ ആ തെമ്മാടിത്തം പ്രവർത്തിച്ചോ അതിന്റെ ഒക്കെ ഒരു വിഹിതം അയാൾക്ക് കൂടി കിട്ടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദം സന്തതികളിൽ ആദ്യമായി അകാരണമായി മറ്റൊരാളെ കൊലപ്പെടുത്തുക എന്ന ഹീനമായ കൃത്യം ചെയ്തത് ഹാബീലാണ് ആദ്യമായിട്ട് ഒരാളെ അകാരണമായി കൊല്ലുക, കൊലപാതകം നടത്തുക എന്ന ഹീനമായ കൃത്യം ചെയ്തത്. അതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ ലോകത്ത് എവിടെയൊക്കെ അകാരണമായി കൊലപാതകം നടക്കുന്നുവോ ആ കൊലക്കുറ്റത്തിന്റെ ഒക്കെ വരുത്തിച്ച ഈ തുടക്കം കുറിച്ച ഹാബീലിന്റെ അക്കൗണ്ടിലേക്ക് പോകുന്നുണ്ട്. അതോ നന്മയ്ക്ക് മാത്രമല്ല, തിന്മക്കും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളൊക്കെ വളരെ ജാഗ്രതയിലാവണം. നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ
നമുക്ക് അതിന്റെ സ്വാധീനങ്ങൾ കിട്ടുന്നത് പോലെ, അതിന്റെ ഫലങ്ങൾ നമുക്ക് ഉപകാരപ്പെടുന്നത് പോലെ, നമ്മിലൂടെ ഒരു മോശപ്പെട്ട പ്രവർത്തനം നാട്ടിൽ തുടക്കം കുറിക്കേണ്ടി വന്നാൽ അതിന്റെ ശിക്ഷ കൂടി നമുക്ക് ലഭിക്കുന്നു. പണം കിട്ടിയാൽ നാട്ടിൽ സിനിമാ ഹാൾ സ്ഥാപിക്കുന്ന ആളുകളില്ലേ, വലിയ വരുമാന മാർഗമാണെന്ന് വിചാരിച്ചിട്ട് വലിയ നിലക്ക് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കേണ്ടത് സിനിമാശാലകൾക്ക് വേണ്ടിയും, അതേപോലെ തന്നെ കുത്തഴിഞ്ഞ മോശപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും, അതേപോലെ ഇസ്ലാമിൽ മനുഷ്യന്റെ ബുദ്ധിയെ മരവിപ്പിക്കുന്ന, അവന്റെ സംസ്കാരത്തെ നശിപ്പിക്കുന്ന സിനിമകളുടെയും മറ്റും പ്രദർശനത്തിന്റെയും സീഡികളും കാസറ്റുകളും ഒക്കെ വിൽക്കാനും ആ നിലക്കുള്ള ഷോപ്പുകൾക്ക് വേണ്ടിയും വാടക കൊടുക്കുന്ന കക്ഷികളില്ലേ, പലിശ സ്ഥാപനങ്ങളായ ബാങ്കുകാർക്ക് വാടക കൊടുക്കുന്ന കക്ഷികളില്ലേ, അങ്ങനെ ലോകത്ത് ഏതെല്ലാം സിനിമ ഒരു നാട്ടിലേക്ക് കൊണ്ടുവരുന്ന കക്ഷികളുണ്ടോ, അതിനാരാണ് ആദ്യം കാരണക്കാരനായതെങ്കിൽ അവൻ മരിച്ചാലും ശിക്ഷ മാറുന്നില്ല. അവൻ തുടക്കം കുറിച്ച് കഴിഞ്ഞിട്ടുള്ള ആ തെറ്റില്ലേ, ആ തെറ്റിന്റേതായ മുഴുവൻ പ്രതിഫലവും ആ തെറ്റ് ചെയ്യുന്നവരുടെ തെറ്റിലൊട്ടും കുറവ് വരുത്താതെ ഇവന്റെ അക്കൗണ്ടിലേക്ക് കൂടി വരുന്നു. അത് വളരെ സൂക്ഷിക്കേണ്ട സംഗതിയാണ്. അതുകൊണ്ട് ഒരാളും ഒരു നല്ല കാര്യത്തിനല്ലാതെ തുടക്കം കുറിച്ച് പോകരുത്. ഒരു നാട്ടിലും ചീത്തയായ കാര്യങ്ങൾക്ക് വേണ്ടി തുടക്കം കുറിച്ച് ആ നിലക്ക് അവൻ മരിച്ചുപോയി കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തെ അതാകമാനം സ്വാധീനിക്കുകയാണ്. അപ്പോ നാം പഠിപ്പിച്ചു കൊടുക്കുന്ന നല്ല കാര്യങ്ങൾ, അതിലൂടെ നമുക്ക് പരലോകത്ത് പ്രതിഫലം മരണാനന്തരവും ഉണ്ട്. അതേപോലെ തന്നെ നാം പഠിപ്പിച്ച് വളർച്ചയുണ്ടാക്കിയ മക്കളുടെ പ്രവർത്തനങ്ങൾ, സൽക്കർമ്മങ്ങൾ, അതിന് നമുക്ക് കൂലിയുണ്ട്. നേരെ മറിച്ച് മക്കൾക്ക് ആ നിലക്കുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൊടുക്കാതെ അവരെ മോശപ്പെട്ട രൂപത്തിലേക്ക് പ്രോത്സാഹനം കൊടുത്താലോ ആ മക്കൾ ചെയ്യുന്ന തെറ്റിന്റെ ശിക്ഷ നിനക്ക് കൂടിയുണ്ട്. ഇങ്ങനെ കുറെ ഉദാഹരണങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്. മറ്റൊന്ന് പ്രവാചകൻ പറഞ്ഞതാവും മസ്ജിദൻ ബനാഹു, ഈ അടുത്തൊരു പള്ളി, ഒരാളൊരു പള്ളി നിർമ്മിച്ചാൽ ആ പള്ളി നിർമ്മിച്ചവന് മരണാനന്തരവും അതിന്റെ പ്രതിഫലം എത്തുകയാണ്. അതെങ്ങനെയാ? അല്ലാഹുവിന്റെ ഒരു പള്ളി നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ പള്ളിയിൽ ഇയാളുടെ മരണശേഷവും നിസ്കാരം നടക്കും, ഖുർആൻ പാരായണം നടക്കും, നല്ല നല്ല കർമ്മങ്ങൾ നടക്കും, അവിടെ ഒട്ടേറെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കപ്പെടും. ഇയാളാണെങ്കിൽ മരിച്ചും പോയി, പക്ഷേ ഇയാളെടുത്തിട്ടുള്ള ആ പള്ളിയിൽ അന്ത്യനാൾ വരെ പടച്ചതമ്പുരാന്റെ ആ ഭവനത്തിൽ നടക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങളുടെയും ഒരു വിഹിതം ചെയ്തവർക്കൊട്ടും കുറയാതെ ഈ പള്ളി നിർമ്മിച്ച വ്യക്തിയുടേതായ അക്കൗണ്ടിലേക്ക് പോകുന്നു. നമ്മളും അങ്ങനെ വല്ലതും ചിന്തിക്കുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ പള്ളി ആവശ്യമെന്ന വേഗം ചൂണ്ടലെങ്ങട്ട അത് ഗൾഫിലേക്കാണ്, അത് ഇവിടുത്തേരാണ് എടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ പണ്ട് ഇവിടുത്തുകാരല്ല പള്ളി ഉണ്ടാക്കിയത്. നമ്മുടെ നാട്ടിൽ ആവശ്യമായ പള്ളികളൊക്കെ അതാത് പ്രദേശത്തുള്ള ആളുകളാണ് ഉണ്ടാക്കിയത്. ഇന്ന് കഴിയുന്ന ആളുകളും അതിന് തയ്യാറാകുന്നില്ല എന്നതാണ്. എത്രയോ പള്ളികൾ എടുക്കാൻ കഴിവുള്ള മുസ്ലിമീങ്ങളുണ്ട് നാട്ടിൽ, ഇവിടെയുമുണ്ട്. എന്നാൽ അവരെ കൊണ്ട് നാട്ടിൽ ഒരു പള്ളി ലഭിക്കുന്നില്ല. വളരെ കുറഞ്ഞ ആളുകൾ ഇപ്പോഴും ആ മേഖലയിൽ സ്വകാര്യമായി അല്ലാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് പള്ളികൾ എടുക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ആ കാര്യത്തിന് എത്രയോ ആളുകൾക്ക് കൂട്ടമായി ചിന്തിച്ചുകൂടെ? 10 ആളുകൾക്ക് ചേർന്നൊരു പള്ളി ഉണ്ടാക്കാം, 4 ആളുകൾക്ക് ചേർന്നൊരു പള്ളി ഉണ്ടാക്കാം. 4 ലക്ഷത്തിന്റെയും 10 ലക്ഷത്തിന്റെയും ഒക്കെ പള്ളികൾ എത്രയോ സ്ഥലങ്ങളിൽ ആവശ്യമുള്ളതില്ലേ? പക്ഷേ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? മരിച്ചാലും അതിന്റെ പ്രതിഫലം, അവിടെ നടക്കുന്ന ഓരോ കർമ്മങ്ങളുടെയും പ്രതിഫലം തനിക്കുകൂടി എത്തുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇനി നോക്കൂ, ഔ ബൈതൻ ലിബിനി സബീലി ബനാഹു, വഴിയാത്രക്കാരന് വേണ്ടി ഒരാൾ ഒരു സത്രം നിർമ്മിച്ചു കൊടുത്താൽ, ഒരു തണൽ, ഒരു വഴിയാത്രക്കാർക്ക് വിശ്രമിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു വീടുണ്ടാക്കി, അല്ലെങ്കിൽ ഒരു ഷെഡുണ്ടാക്കി, ആളുകൾക്ക് ഇങ്ങനെ വെയിലത്ത് നടന്നുപോയി വളരെ പ്രയാസമായിട്ട് വരുന്ന ആളുകൾക്കൊന്ന് ക്ഷീണം മാറ്റാൻ, ഒരല്പനേരം റെസ്റ്റെടുക്കാൻ ഒരു സൗകര്യം ചെയ്തു കൊടുത്തെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുന്ന കാലത്തോളം ഈ മനുഷ്യൻ മരിച്ചുപോയാലും ശരി അയാൾക്ക് അതിന്റെ പ്രതിഫലമുണ്ട്. ഒരാൾ ഒരു പുഴ വെട്ടുന്നു, നദി അല്ലെങ്കിൽ ഒരു കിണർ കുഴിക്കുന്നു, അതിൽ നിന്ന് ദാഹജലം ആരൊക്കെ കുടിച്ചാലും, ഏത് പച്ചക്കരലുള്ള ജീവിയാണ് ആ ദാഹജലം കുടിക്കുന്നതെങ്കിലും അവൻ മരിച്ചുപോയാലും ആ കിണർ നിലനിൽക്കുന്നിടത്തോളം കാലം അതിൽ നിന്ന് ശുദ്ധജലം ആരൊക്കെ ഉപയോഗപ്പെടുത്തുന്നോ, അത് കാഫിറായ മനുഷ്യനാവട്ടെ, മുഅ്മിനായ മനുഷ്യനാവട്ടെ, ഇനി ഏതെങ്കിലും നിലക്കുള്ള മറ്റ് ജന്തുക്കളാവട്ടെ, എല്ലാത്തിനും ഇയാൾക്കും പ്രതിഫലമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അവിടുന്ന് പറഞ്ഞില്ലേ, ഒരു ചരിത്രം പഠിപ്പിച്ചു കൊടുത്തില്ലേ, ഒരു മനുഷ്യൻ, ഒരു നായ ദാഹിച്ചു വലഞ്ഞ് നാവ് തൂക്കിയിട്ട്
പ്രയാസപ്പെട്ടു വരുന്ന രംഗം കണ്ടപ്പോ അയാൾ കിണറ്റിലിറങ്ങി അയാളുടെ ഷൂവിൽ വെള്ളം നിറച്ചത് കടിച്ചു പിടിച്ച് ദാഹാർത്തനായ നായയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അത് കാരണമായി എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ഒരു നായയുടെ ദാഹം തീർത്തതിന് ഇത്ര വലിയ പ്രതിഫലമെങ്കിൽ മനുഷ്യന്മാർക്കും മറ്റുള്ള ജന്തുക്കൾക്കുമൊക്കെ ഉപയോഗപ്പെടുത്തുന്ന നിലക്ക് കിണറുകൾ ആവശ്യമായ പ്രദേശങ്ങളുണ്ട്. വേനൽക്കാലം അത് നോക്കണം. നമ്മുടെ നാട്ടിൽ ഒരിക്കൽ ദാഹജലത്തിന് വേണ്ടി ടാങ്കർ ലോറികളുടെയും മറ്റും മുമ്പിൽ മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ട് വേണം 10-15 ലിറ്റർ വെള്ളം കിട്ടാൻ. അങ്ങനത്തെ പ്രദേശങ്ങളുണ്ട്. അത്തരം പ്രദേശങ്ങൾ നമുക്കറിയാമല്ലോ. അത്തരം സ്ഥലങ്ങളിൽ നമ്മുടെ വക ഒരു കുഴൽ കിണർ, നമ്മുടെ വകയായിട്ടൊരു പദ്ധതി, ഒരു ജലപദ്ധതി ഒരാളത് അല്ലാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നുവെങ്കിൽ അയാൾ വഫാത്തായി പോയാലും ആ ജലത്തിന്റെ സ്രോതസ് അവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം അതാരൊക്കെ ഉപയോഗപ്പെടുത്തിയാലും ഇതിന്റെയൊക്കെ പ്രതിഫലം ഇയാൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം, ഔ സദഖത്തൻ ഖറജഹാ മിൻ മാലിഹി ഫീ സിഹ്ഹതിഹി വഹയാതിഹി യൽഹഖുഹു മിൻ ബഅദി മൗതിഹി. ഔ സദഖ, ജാരിയായ സദഖ എന്ന് നമ്മൾ പറയുന്നത് ജീവിതകാലത്ത് ആരോഗ്യമുള്ള അവസരത്തിൽ വളരെ അത്യാവശ്യമായ ഒരു സംഗതിക്ക് വേണ്ടി കൊടുത്ത ധർമ്മം. വഖഫ് സ്വത്തുക്കൾ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ഇതാ ഇന്ന സംഗതി, അതേതുമാവാം, നിലനിൽക്കുന്ന സ്വതക്കകൾ. ആ സ്വതക്കകൾ ഇയാൾ ജീവിതകാലത്ത് സ്വതക്ക ചെയ്തു പോയാൽ അയാളുടെ മരണാനന്തരവും അയാൾ ഏർപ്പെടുത്തിയിട്ടുള്ള ആ സ്വതക്കയുടെ അല്ലെങ്കിൽ ആ നന്മയുടെ അല്ലെങ്കിൽ ആ വഖഫത്തിന്റെ ഉപയോഗം എത്ര നാൾ നിലനിൽക്കുന്നുവോ അത്രയും നാള് അയാളുടെ കൂടി പ്രവർത്തനത്തിന്റെ അക്കൗണ്ടിലേക്ക്, നന്മയുടെ പട്ടികയിലേക്ക് ഒഴുകി വന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതിനാൽ സുഹൃത്തുക്കളെ, നാം നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന ഏതൊരു സൽക്കർമ്മത്തിനും അതിന് വളരെ ദീർഘമായ പ്രതിഫലങ്ങൾ മുറിയാതെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വകുപ്പുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി തരുന്നത് ആ മേഖലയിൽ നമ്മുടെ ശ്രദ്ധ പതിയാൻ വേണ്ടിയാണ്. നാം ആയുസ് കുറഞ്ഞവരാണ്, ആരോഗ്യം കുറഞ്ഞവരാണ്, അമല് കുറഞ്ഞവരാണ്, ഇൽമു കുറഞ്ഞവരാണ്. പക്ഷേ ജീവിതത്തിൽ കിട്ടുന്ന ആയുഷ്കാലം നമുക്ക് നാളെ പരലോകത്തിൽ എമ്പാടും നന്മകൾ വാരിക്കൂട്ടാൻ ഉതകുന്ന നിലക്കുള്ള പ്രവർത്തനങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാനാണ് അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടുകൂടി പറഞ്ഞിരിക്കുന്നത്. അതേ അവസരത്തിൽ മോശപ്പെട്ട കാര്യങ്ങളിലേക്കാണത് പോയതെങ്കിലോ, പ്രവാസിയായ മനുഷ്യൻ 2 കൊല്ലം അധ്വാനിച്ച് നാട്ടിലേക്ക് പോകുമ്പോ അവനെന്ത് ചെയ്തു? എന്റെ വീട്ടിൽ മാത്രം TV ഇല്ല, VCR ഇല്ല, അതല്ലെങ്കിൽ CD പ്ലെയർ ഇല്ല. അല്ലാത്ത സങ്കടം അവന്റെ മനസ്സിൽ. ശരി, അവൻ കൊണ്ടുപോയിട്ട് 2 മാസം അവനോട് ജീവിക്കുകയാണ്. അപ്പൊ അവൻ കൊണ്ടുപോയി എന്താ കൊണ്ടുപോയത്? നല്ല ഇസ്ലാമിക പ്രഭാഷണങ്ങളും അതേപോലെ തന്നെ ഇസ്ലാമികമായ കാര്യങ്ങളും ഖുർആൻ സംബന്ധമായ കാര്യങ്ങളുമൊക്കെയാണോ? നല്ല കാര്യമാണ് അയാൾ ചെയ്തത്. അയാളുടെ വീട്ടിൽ ഒരു നല്ല കാര്യത്തിനാണ് തുടക്കം കുറിച്ചത്. നല്ല കാര്യമായ അയാൾ ചെയ്തത്. അതിലൂടെ ആരൊക്കെ ആ ശബ്ദം ശ്രവിച്ചുകൊണ്ട് നന്മയുടെ മാർഗത്തിലേക്ക് പോകുന്നുവോ അതിന് കാരണക്കാരനായി ഈ മനുഷ്യനതിന് വലിയ പ്രതിഫലമുണ്ട് സുഹൃത്തുക്കളെ. അതേ അവസരത്തിൽ ഇന്ന് മഹാഭൂരിപക്ഷം പ്രവാസികൾ ചെയ്യുന്നത് എന്താണ്? അവൻ CD പ്ലെയർ കൊണ്ടുപോകുന്നത് അല്ലാഹുവിന്റെ ദീൻ വളർത്താനാണോ? TV വാങ്ങുന്നത് അവന്റെ വീട്ടിൽ ആന്റിന ഫിറ്റ് ചെയ്യുന്നത് ദീൻ വളർത്താനാണോ? അല്ല, അവൻ വലിയ കുടുംബത്തോട് സ്നേഹം കാണിച്ച് എല്ലാം കൊണ്ടുപോയി ഫിറ്റ് ചെയ്യുകയാണ്. പക്ഷേ അവൻ കൊണ്ടുപോയത് സിനിമയാണ്, ബ്ലൂ ഫിലിമാണ്, മോശപ്പെട്ട എല്ലാ സംഗതികളുമാണ്. അങ്ങനെ അവനിങ്ങോട്ട് കടൽ കടന്ന് വീട്ടിൽ പിന്നെ അതിന്റെ എല്ലാ തെമ്മാടിത്തങ്ങളുമാണ് അവന്റെ ഭാര്യ കാണുന്നത്, മക്കൾ കാണുന്നത്, കുടുംബങ്ങൾ കാണുന്നത്, അയൽവാസികൾ കാണുന്നത്, നാട്ടുകാർ കാണുന്നത്, അവന്റെ വീട്ടുകാർ കാണുന്നത്. അങ്ങനെ സർവ്വ തോന്നിയാസത്തിന്റെയും തെമ്മാടിത്തത്തിന്റെയും ഒരു അക്കൗണ്ട് തുറന്നിട്ടാ ഇങ്ങോട്ട് കയറിയതെങ്കിലോ ഒരിക്കലും നിനക്കത് ഗുണം പിടിക്കില്ല. അവിടെ നടക്കുന്ന ഓരോ തെമ്മാടിത്തത്തിന്റെയും, അവിടെ കാണുന്ന ഓരോ ദൃശ്യങ്ങളുടെയും, അവിടെ കേൾക്കപ്പെടുന്ന ഓരോ ഹറാമായ സംഗീതത്തിന്റെയും തുല്യമായ ശിക്ഷ നീ അത് ചെയ്തിട്ടില്ലെങ്കിലും, നീ അതിപ്പോൾ കാണുന്നില്ലെങ്കിലും അറിയുന്നില്ലെങ്കിലും നിന്റെ കുടുംബങ്ങളോ വീട്ടുകാരോ ബന്ധുക്കളോ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവർക്കൊരു ശിക്ഷയുടെ ഒട്ടും കുറയാതെ നിന്റെ ശിക്ഷയുടെ അക്കൗണ്ടിലേക്ക് കൂടി വരുന്നുണ്ട്.
ഗൗരവത്തോടുകൂടി കാണണം. അങ്ങനെ ഓരോ ഉദാഹരണങ്ങളും മനസ്സിലായിക്കോ. നന്മയ്ക്കല്ലാതെ നേതൃത്വം കൊടുക്കരുത്. നന്മയ്ക്ക് നേതൃത്വം കൊടുത്തു കഴിഞ്ഞാൽ ആ നേതൃത്വം നാം നൽകി അതനുസരിച്ചുകൊണ്ട് ആരൊക്കെ നന്മ ചെയ്തോ സുഹൃത്തുക്കൾ, അതൊക്കെ നമുക്ക് ഗുണമാണ്. ഒരു തെറ്റായ കാര്യത്തിനാണോ നേതൃത്വം കൊടുത്തത്, ഒരു തെറ്റായതിന്റെ ഡോറാണോ ഓപ്പൺ ചെയ്തത്, എങ്കിൽ ആ തെറ്റ് ആരൊക്കെ ചെയ്യുന്നുവോ അതിന്റെയൊക്കെ ശിക്ഷ അതിന് കാരണക്കാരനായി എനിക്ക് കൂടി ലഭിക്കുന്നു. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി കാണണം. മോശപ്പെട്ട ഒരു കാര്യത്തിനും തുടക്കം കുറിച്ചു പോകരുത്. ഒരു ഡോർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അത് ഖൈറിന്റെ ഡോറായിരിക്കണം ഓപ്പൺ ചെയ്യേണ്ടത്. ഒരു ഷർറിന്റെ വാതിലും ഈ കാരണമായി തുറന്നു പോകരുത്. അതിനുള്ള ഏറ്റവും വലിയ മുന്നറിയിപ്പാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരിക്കുന്നത്. ഈ ചെയ്യുന്ന പ്രവർത്തനം മാത്രമല്ല, ഈ ചെയ്ത പ്രവർത്തനത്തിന്റെ പ്രത്യാഘാതവും നിനക്കുണ്ട് എന്നാണ്. ദൂരവ്യാപകമായ നന്മയുമുണ്ടാകും തിന്മയുമുണ്ടാകും, രണ്ടിനും നീ ഉത്തരവാദിയാണ്. അതാ അല്ലാഹു പറഞ്ഞത്, ഈ ചെയ്തത് മാത്രമല്ല എഴുതി വെക്കുന്നത്, അതിന്റെ പ്രത്യാഘാതങ്ങൾ കൂടി, ദൂരവ്യാപകമായ അതിന്റെ ഫലങ്ങൾ കൂടി. അതാണ് എന്ന് പറഞ്ഞത്. അതാണ്. അതിനാൽ സുഹൃത്തുക്കളെ, വളരെ ശ്രദ്ധയുള്ളവരാവുക നമ്മൾ. നമ്മുടേതായ നാം നിമിത്തമായി ഒരു ഖൈറല്ലാതെ ലോകത്തുണ്ടാകരുത്. ഒരു ഷർറിനും നമ്മൾ കാരണക്കാരായി തീരരുത്. അറിഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുക. പടച്ചവനെ, ഈ ഞങ്ങളെ നേരിന്റെ വക്താക്കളാക്കണേ എന്ന്. നിങ്ങൾ കേട്ടിട്ടില്ലേ വിശ്വാസികളുടെ പ്രാർത്ഥന ഖുർആനിൽ? മുഅ്മിനീങ്ങൾ പ്രാർത്ഥിക്കുന്ന ഇബാദുർ റഹ്മാന്റെ പ്രാർത്ഥന കേട്ടിട്ടില്ലേ? എന്താ അവർ പറയുന്നത്? ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. നീ ഞങ്ങളെ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണേ. എന്താ മുത്തഖീങ്ങൾക്ക് ഇമാമാകണം? ബഖരിയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് മാതൃകയാവാൻ മാത്രം നീ ഞങ്ങളെ ആക്കണം. തെറ്റിന്റെ ഇമാമുകളാവാൻ പാടില്ല. ഖൈറിന്റെ മുത്തഖ്വയുടെ ഇമാമുകളായി മാറണം. അതിന് വളരെ ആലോചിക്കേണ്ടതുണ്ട് സുഹൃത്തുക്കളെ. ഞാൻ പരത്തി പറയാതെ നിങ്ങൾക്കറിയാമല്ലോ, ഈ പ്രവാസികളായ നമ്മൾ നമ്മുടെ വീടുകളിൽ ചെയ്യുന്ന തോന്യാസങ്ങളും നാം തുറന്നുവിടുന്ന തിന്മയുടെ വാതിലുകളും കയ്യും കണക്കുമില്ലാതെ ഇന്ന് രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അരുത് സുഹൃത്തുക്കളെ. നമ്മുടെ പണം കൊണ്ട് നാം കാരണക്കാരായിക്കൊണ്ട് നമ്മുടെ വീട്ടിലോ നാട്ടിലോ കുടുംബത്തിലോ ഒരു നന്മയുടെ വാതിലല്ലാതെ ഒരു ഷർറിന്റെ വാതിലും അറിഞ്ഞുകൊണ്ട് തുറന്നു പോകരുത് സുഹൃത്തുക്കളെ. അത് നമ്മുടെ ആഖിറത്തെ ഏറ്റവും വലിയ കണ്ണീരിലാക്കി കളയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെടുന്ന കാര്യങ്ങൾക്ക് മാത്രം നേതൃത്വം നൽകുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وأصحابه المجاهدين في سبيل الله. أما بعد فاتقوا الله عباد الله. അല്ലാഹുവേ, സൂക്ഷിച്ച് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അതിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മനുഷ്യന്റെ മരണശേഷവും അവന് ഉപകാരപ്പെടുന്ന പ്രവർത്തനങ്ങളുടെ ചില മാതൃകകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് തന്ന ഹദീസിന്റെ ആശയങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. അല്ലാഹു നമ്മുടെയും നന്മയുടെ പട്ടികയിലേക്ക് ഉപകാരപ്പെടുന്ന നിലക്കുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഈ ജീവിതത്തെ ധന്യമാക്കി തീർക്കാൻ സർവ്വവിധത്തിലുള്ള തൗഫീഖും നമുക്കെല്ലാവർക്കും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, മരണാനന്തരം ഉപകാരപ്പെടും എന്ന നിലക്ക് ആളുകൾ ചെയ്യുന്ന കുറെ അനാചാരങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ മാത്രമാണ് മരണാനന്തരം ഒരാൾക്ക് ഉപകാരപ്പെടുന്നത്. മരണത്തിന്റെ ശേഷം ഒരാളുടെ പേരിൽ ഏറെക്കുറെ ആളുകൾ ഒരു ഭാഗത്ത് കൂടിയിരുന്നു കൊണ്ട് 100 അല്ലെങ്കിൽ 1000 അല്ലെങ്കിൽ 10,000 അല്ലെങ്കിൽ ലക്ഷക്കണക്കിനോ സിക്റുകൾ ചൊല്ലി ആ സിക്റുകളുടേതായ പ്രതിഫലം കൂടി ഈ മരിച്ചുപോയ വ്യക്തിക്ക് നീ നൽകണമേ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ചില സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ മയ്യത്ത് കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നാട്ടിൽ അങ്ങനെയും ചില ആചാരങ്ങൾ കാണുന്നു. ഇതുവരെ ഇല്ലാത്തൊരു സമ്പ്രദായമാണ്. ദിനംപ്രതി ഓരോന്ന് തുടങ്ങുകയാണ്. ഇപ്പോ എന്നോട് നാട്ടിൽ നിന്നൊരു സുഹൃത്ത് പറഞ്ഞു, ഇതുവരെ കാണാത്തൊരാചാരം ഇപ്പോൾ കാണുന്നു എന്ന്. അതെന്താ? മയ്യത്ത് കുളിപ്പിക്കൽ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അകത്ത് മയ്യത്ത് കുളിപ്പിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പുറത്ത് കൂടിയിരിക്കുന്നവരെല്ലാം കൂടി ഇങ്ങനെ ചെല്ലുക, ചൊല്ലിയിട്ട് ഇതിന്റെ കൂലി മയ്യത്തിന് കൊടുക്കണേ എന്ന് ഇങ്ങനെ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതൃക അതിനില്ല. മയ്യത്ത് കുളിപ്പിക്കുമ്പോഴായാലും ശരി,
കുളിപ്പിച്ചു കഴിഞ്ഞ് കബറടക്കിയതിന്റെ ശേഷമാണെങ്കിലും ശരി, ഇനി അത് 7-നോ 40-നോ ആണ്ടിനോ അങ്ങനെ ഏത് ദിവസം എന്ന് കണക്കാക്കിയാലും ശരി, പരേതാത്മാവിന്റെ ഏറ്റവും വലിയ പുണ്യത്തിന് വേണ്ടി ഒരാൾക്ക് പടച്ചവനെ നീ ഞങ്ങൾ ചെയ്ത ഈ കർമ്മത്തിന്റെ പ്രതിഫലം അങ്ങോട്ട് കൊടുക്കണേ എന്ന് പറഞ്ഞ് അത് ഹദിയ ചെയ്യുന്ന, അത് ഖുർആൻ ഓതിക്കൊണ്ടാണെങ്കിലും ദിക്ർ ചൊല്ലിക്കൊണ്ടാണെങ്കിലും അതിന്റെ പ്രതിഫലം നീ അവർക്ക് എത്തിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമ്പ്രദായം പരേതാത്മാക്കൾക്ക് ഉപകാരം ലഭിക്കുന്ന പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ട് ആ ഒരു സമ്പ്രദായം ഇസ്ലാമികമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് എല്ലാ ഖൈറും പഠിപ്പിക്കാനുള്ളത്. സഹാബികളാരും തന്നെ പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ഇത് വഫാത്തായിപ്പോയ ഇന്ന ആളുടെ പ്രവർത്തനത്തിന്റെ പട്ടികയിലേക്ക് അല്ലാഹുവേ നീ എത്തിച്ചു കൊടുക്കണേ എന്ന് ദുആ ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു തന്നിട്ടില്ല, സഹാബിമാരും പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് അത് പിൽക്കാലത്തുണ്ടായ ഒരു പുതിയ സമ്പ്രദായമാണ്. അപ്പൊ സമ്പ്രദായങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല സമ്പ്രദായം ഖൈറുൽ ഹദീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നേരെമറിച്ച് ഒരു മകൾ പാപ്പയ്ക്ക് വേണ്ടി അതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണമെന്ന് കരുതിയിട്ടില്ലെങ്കിൽ പോലും, കരുതിയാൽ കിട്ടുന്നതേ കിട്ടുകയുള്ളൂ. പക്ഷെ അതല്ലാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മക്കൾ ചെയ്യുന്ന ഏത് സൽക്കരവും ആ ബാപ്പ അതിന് കാരണക്കാരനായിട്ടുണ്ടെങ്കിൽ, ആ ഉമ്മ അതിന് കാരണക്കാരിയായിട്ടുണ്ടെങ്കിൽ, സാലിഹീങ്ങളായ മാതാപിതാക്കൾക്ക് ഈ സാലിഹീങ്ങളായ മക്കൾ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനത്തിന്റെയും പ്രതിഫലം ഈ മക്കൾക്കൊട്ടും കുറവ് വരാതെ ഇതിന് കാരണക്കാരായ രക്ഷിതാക്കൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോ ഏതൊക്കെ നമുക്ക് അനുവദിക്കപ്പെട്ടു, ഏതൊക്കെ അനുവദിക്കപ്പെട്ടിട്ടില്ല ഇത് കൃത്യമായി വേർതിരിച്ചുകൊണ്ട് പ്രമാണബന്ധിതമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അത് ചെയ്താലേ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുകയുള്ളൂ. നന്മയാണെന്ന് വിചാരിച്ച് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതൃകയില്ലാത്തൊരു കാര്യം ചെയ്തതുകൊണ്ട് നമുക്ക് ഫലം ലഭിക്കാനില്ല. ഏത് കാര്യത്തിലും നമ്മുടെ മാതൃക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ആ മാർഗത്തെ പിന്തുടർന്നുകൊണ്ട് നാം ജീവിക്കുക. അതേപോലെ തന്നെ മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സദ്യകൾ ഉണ്ടാക്കുന്ന സമ്പ്രദായം, അതും തന്നെ 7-ന് 40-ന് ആണ്ടിന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പല സമ്പ്രദായങ്ങളും പല നാടുകളിലും കാണാം. ഇസ്ലാമികമായ ചര്യകളിൽ അധിഷ്ഠിതമായത് മാത്രം നിർവഹിക്കുകയും അല്ലാത്തത് മാറ്റിവെക്കുകയും ചെയ്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നാം ഇത്തിബാ ചെയ്യേണ്ടത്, അഥവാ അനുധാവനം നടത്തേണ്ടത്, പിന്തുടരേണ്ടത്. അതിലൂടെ മാത്രമാണ് പരലോകത്ത് ശാശ്വതമായ രക്ഷ നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നത്. ആ നിലക്ക് ജീവിക്കുന്ന, മുന്നോട്ട് പോകുന്ന നല്ലവരിൽ റഹ്മാനുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും എല്ലാം പുറത്ത് മാപ്പ് നൽകുന്ന നാഥൻ മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.